ശ്രീ കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പിന്മാറാൻ കഴിയാത്ത കരാറിലാണ് LDF ഒപ്പിട്ടത് എന്നും പിന്മാറാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ എന്തുകൊണ്ട് അന്ന് പിന്മാറിയില്ല എന്നും മന്ത്രി ചോദിച്ചു. വൈകാതെ ഉപസമിതി യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നും മന്ത്രി. അല്ല, പിന്മാറാൻ കഴിയാത്ത കരാറല്ലേ അദ്ദേഹം ഒപ്പിട്ട്. അദ്ദേഹം കരാറിന് പിന്മാറിയിട്ടില്ലല്ലോ. എന്നാൽ പോകുന്നതിന് മുമ്പ് അവർക്ക് പിന്മാറാമായിരുന്നില്ലേ? ക്യാപ്റ്റൻ അബയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? തൽക്കാലം കാര്യങ്ങളൊന്ന് നീട്ടിവെക്കുക, ഒന്ന് മാറ്റിവെക്കുക, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞോ? അല്ല, എന്താ സംശയം? എന്നാൽ അവർ പിൻവാങ്ങണമായിരുന്നല്ലോ. പിൻവാങ്ങിയോ? ഇടതുപക്ഷം പിൻവാങ്ങണമായിരുന്നു. എന്തുകൊണ്ട് പിൻവാങ്ങിയില്ല? തൽക്കാലം മാറ്റിവെക്കാനേ പറഞ്ഞുള്ളൂ. LDF സർക്കാർ ഒപ്പിട്ടത് ധാരണാപത്രത്തിൽ മാത്രമാണെന്ന് മുൻ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പദ്ധതി നടപ്പിലാക്കണമെന്ന ഒരു നിർബന്ധവുമില്ലെന്നും BJP നയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് മന്ത്രിസഭാ ഉപസമിതി എന്ന പാലമെന്നും വി ശിവൻകുട്ടി വിമർശിച്ചു. ഈ ഗവൺമെന്റ് ഒരു ഒപ്പിടലും നടത്തിയിട്ടില്ല. എന്നാൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം PMC പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാമെന്നുള്ളതല്ല. BJP ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വിദ്യാഭ്യാസ നയവും തൊഴിലാളി വിരുദ്ധ നയവും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാലം മാത്രമാണ് ഈ ഉപസമിതി എന്ന് പറയുന്നത്. ആ പാലം കടന്നു പോകുമ്പോൾ പറയാം അവർക്ക്, ഞങ്ങൾ ഉപസമിതി റിപ്പോർട്ട് വന്നു, അതിൻ്റെ പേരിലാണ് നടപ്പിലാക്കണം എന്നുള്ളത്. ഉപസമിതി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് ഒരിടത്തും പറയുന്നില്ലല്ലോ. അതിനെങ്കിലും അവർ പരസ്യമായിട്ട് പറയട്ടെ. സനീറ്റ വിവരങ്ങളുമായി ചേരുകയാണ്. സനീറ്റ, എന്തായാലും ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ഉയർന്ന ചോദ്യങ്ങളൊന്നാണ് PM ശ്രീയിൽ എന്താകും ഇനി ഈ സർക്കാരിന്റെ നിലപാട് എന്നുള്ളത്. അപ്പോൾ PM ശ്രീയുമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം ആ സൂചന തന്നെയല്ലേ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നത്? നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ അത് മുൻ സർക്കാർ അങ്ങനെ പോയതുകൊണ്ടാണ് എന്നുള്ള തരത്തിൽ മുൻ സർക്കാരിനെ പഴിചാരുകയും കൂടി ചെയ്യുന്നുണ്ട് ഈ സർക്കാർ. വലിയ വിമർശനം ഇക്കാര്യത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി ആദ്യം മുതൽ ഉയർത്തുന്നുണ്ട്. ഇപ്പോഴും ഈ BJPയുമായുള്ള പാലം എന്നതടക്കമുള്ള വാക്കുകൾ തന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്? PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് തന്നെ പോകും, അതിൽ നിന്നും പിന്മാറില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് MP JP മേത്തറിന്റെ ചോദ്യത്തിനാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൗധരി ഇത്തരത്തിൽ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട മറുപടി നൽകിയത്. തുടർന്നാണ് ഇപ്പോൾ ഈ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട വീണ്ടും ചർച്ചകൾ കൊഴുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ സാഹചര്യത്തിൽ സഹമന്ത്രി വ്യക്തമാക്കുന്നത് കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. ധാരണാപത്രം ഒപ്പുവെച്ച